Urcreation'sന്റെ രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കറിക്ക് കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു മോരുകറിയാണ് തയ്യാറാക്കണത്. ഈ മോരുകറിയിൽ നമ്മൾ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല. മോരുകറിക്ക് മോരും നാളികേരും മാത്രമായിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കറിയുടെ റെസിപ്പി ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒരുപാട് ഉപകാരപ്രദമാവും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നമുക്ക് വയറിനൊക്കെ അസുഖമുള്ള സമയത്ത് ഇതുപോലെ ഒരു മോരുകറി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മോരാണ് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 300 ml മോരെടുത്തിട്ടുണ്ട്. ഈ മോര് തീരെ പുളിയില്ലാത്ത മോരാണ്. അതുകൊണ്ടാണ് ഞാൻ 300 ml എടുക്കാൻ കാരണം. നിങ്ങളുടെ കയ്യിലുള്ള മോര് പുളി കൂടുതലുള്ളതാണെങ്കിൽ ഒരു 200 ml മോരൊക്കെ എടുത്താലും മതി കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പച്ചമുളകൊന്നും ചേർക്കണില്ല. ഈ കുരുമുളക് മാത്രമേ എരിവിന് വേണ്ടിയിട്ട് ചേർക്കണുള്ളൂ. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. സാധാരണ നമ്മൾ എല്ലാ കറിയും താളിക്കുക അവസാനമാണ്. പക്ഷേ ഈ കറി നമ്മൾ ആദ്യം തന്നെ താളിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മോരുകറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. ഓയിലൊന്നും ചേർത്താൽ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 5 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നടു പൊട്ടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മോരും നാളികേരവും കൂടിയിട്ട് അരച്ചെടുത്ത മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരച്ചെടുത്ത സമയത്തൊന്നും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ മിക്സർ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മോരുകറി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി തിളച്ചിട്ട് പൊന്തി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഈ കറി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ മോര് തിളച്ച് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കറി തിളച്ച് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 1 ടീസ്പൂൺ എന്നുള്ളത് ഒരു 2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഈ പഞ്ചസാര ഒന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കറി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ കറി നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഈ കറിക്ക് ഒരു മധുരവും ഉപ്പും പുളിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കറിയിൽ പഞ്ചസാര ചേർക്കാനായിട്ട് ആരും മറക്കരുത്. പഞ്ചസാര ചേർത്താലാണ് കറക്റ്റ് ആ കറിയുടെ ടേസ്റ്റ് വരണത്. ഇപ്പോൾ കറി ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തേക്കാളും കുറച്ചും കൂടി തിക്കായി മാറിയത്. ഇത് നല്ല ടേസ്റ്റുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ
ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.